40 വയസ്സാകുമ്പോൾ ജീവിതം മൂഞ്ചിത്തെറ്റിയിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അങ്ങനെ ഒരു ദിവസം എല്ലാവരും കാണുമല്ലോ ഒരു ചത്ത് കിടക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പ്. അതിലേക്കൊരു മെസ്സേജ് വന്നു. ഫസ്റ്റ് ലവ് ഓൾവേസ് occupies a special place. ഞാനെടുത്ത് നോക്കിയപ്പം എലിസബത്തായിരുന്നു. ആരുടേത്? ഓ അതോ, കുഴിമതിക്കാട് ഹൈസ്കൂൾ. ഞാനാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അവിടെ ഓറഞ്ച് നിറത്തിലുള്ളൊരു സുന്ദരി പെണ്ണുണ്ടായിരുന്നു, എലിസബത്ത്. നല്ല നീല പാവാടയും വെളുത്ത ടോപ്പും ഒക്കെ ഇട്ട്. അപ്പൊ ചുമ്മാതല്ല അളിയെ 2 ദിവസമായിട്ട് വർക്കൗട്ട് എന്ന് പറഞ്ഞ് പുറകെ കൂടിയത്. അവളാണുണ്ടല്ലോ സ്കൂളിലോട്ട് വരുമ്പം നല്ല രാധാസോപ്പിൻ്റെ മണമായിരുന്നു. ഓ, അവളാണെങ്കിൽ തൊട്ട് ഫ്രണ്ടിലെ ബെഞ്ചിലും ഇരിക്കുന്നത്. നമ്മുടെ എല്ലാ ക്ലാസ്സിലും കാണുമല്ലോ ഒരു പണക്കാരനായൊരു കൂട്ടുകാരൻ തിണ്ടി. എനിക്കുണ്ടായിരുന്നു പണക്കാരനായ ഒരു കൂട്ടുകാരൻ. എല്ലാ ദിവസവും നമ്മുടെ അടുത്തേ ഒരു സുല്ലണ്ണൻ്റെ കടയുണ്ടായിരുന്നു. ആ കടയിൽ ചെന്നിട്ട് സ്വീറ്റ് പപ്സും സിപ്പപ്പും മേടിച്ചു തരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അളിയാ, സിപ്പൊന്നും പറയല്ലേ. കളറും പഞ്ചസാര ആണെങ്കിൽ സിപ്പം എന്ന് പറഞ്ഞ് ഇപ്പോഴും അങ്ങോട്ട് കുളിര് കയറും. ആന്നേ. ഓ, ഈ തിണ്ടി ഒരു ദിവസം ഉണ്ടല്ലോ സ്വീറ്റ് പപ്സിന് പകരം മുട്ട പപ്സ്, സിപ്പപ്പിന് പകരം നല്ല ജ്യൂസും മേടിച്ചു തന്നു. അപ്പൊ ജ്യൂസൊക്കെ വാങ്ങിച്ച് തന്നു. എന്തോ നിനക്ക് ഓർക്കുണ്ടോ നമ്മുടെ ഈ പണ്ട് ഈ പുസ്തകത്തിനകത്ത് മയിൽപ്പീലി വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ? ഡ്രിങ്ക്സ് താടാ, മുടി തരാടാ, ഉറപ്പാണോ? ആ, ഒപ്പിച്ചു തരാം. ഭാഗ്യം, ഞാൻ വിചാരിച്ച അവളുടെ വല്ല ഷട്ടിയായിരിക്കും. പണ്ടേ സ്കൂളിൽ വെള്ളിയാഴ്ച ദിവസം ലാസ്റ്റ് പീരീഡ് പാട്ടും ഡാൻസും ഒക്കെ നടത്തുന്ന പരിപാടി ഉണ്ടല്ലോ. അതിനെന്തൊരു പേര് പറയായിരുന്നല്ലോ. ആ, അത് പോട്ടെ. സ്റ്റേജിലാണെങ്കിൽ പാട്ടും ഡാൻസും ഒക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമോ. ഞാനാണെ രണ്ടും കൽപ്പിച്ച് പോക്കറ്റിൽ കണ്ട് പ്ലേ എടുത്തു. എന്നിട്ട് മുടിയേലൊരു പിടുത്തം. കൈയൊക്കെ പറിക്കുന്നുണ്ടായിരുന്നു. അന്നേ നല്ല അടിയായിരുന്നല്ലേ. അതല്ലടേ, അവള് പെട്ടെന്ന് തിരിഞ്ഞെന്നെ ഒരു നോട്ടം, ഈ കാളിയുടെയൊക്കെ കണ്ണ് വെച്ചിട്ട്. അതല്ല, ആ സമയത്ത് എൻ്റെ നെഞ്ചത്തുണ്ടല്ലോ പാട്ടിനൊക്കെ തബല വായിക്കുന്ന ഒരു എഫക്റ്റ്. ആ ഒരു എഫക്റ്റ്. എന്നിട്ടൊരു ചോദ്യം. എന്താണ് ചെയ്യുന്നേ? ഞാൻ ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കൂട്ടോ. സോറി, ഐ ലവ് യു. എടാ വിരുദ, അപ്പൊ നീ ദാസനല്ല വിജയനാ. വിജയൻ. ഞാനേ വിജയനാന്ന് കരുതിയ ഒരു നിമിഷം കൊണ്ടാ ഞാനങ്ങ് കുഞ്ചാക്കോപനായി. അതെങ്ങനെ? നീ എന്തിനാ എന്റെ മുടി പിടിച്ചേ? അത് പിന്നെ പപ്സും ഡ്രിങ്ക്സും മേടിച്ചു തരാന്ന് പറഞ്ഞപ്പോ. ഇതല്ലേ നീ ചോദിച്ചേ? സൂക്ഷിക്കോ? പിന്നെന്ത്? അപ്പൊ എന്നെയോ? പൊന്നുപോലെ. ഇവളത് പറഞ്ഞിട്ടും പോയി. പക്ഷേ ഉണ്ടല്ലോ എൻ്റെ ഉള്ളംകാലം എന്നൊരു പെരുപ്പ് കയറിയിട്ട് എൻ്റെ ബോധം പോയി. നിങ്ങൾ പിന്നെ എങ്ങനാ പിരിഞ്ഞത്? ഓ, ഇപ്പോഴത്തെ പ്രേമം പോലല്ലോ പണ്ടത്തെ പ്രേമം. ആർക്കും വീട് വിട്ടിറങ്ങി വരാനുള്ള ധൈര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ അങ്ങ് പോയി. അത് ശരിയാളിയാ. അപ്പൊ എങ്ങനെ വിട്ടേക്കുമല്ലേ? പിന്നെ കാണാം. ശരി. അപ്പൊ ഡേയ് ബാക്കി കഥ പറയണേ. സേഫ് മോഡാണ് ബ്രോ, നീ പറ. ഞാനേ നിന്നെ ഈ ഒരു കഴിഞ്ഞ ആഴ്ച 10-15 തവണയെങ്കിലും വിളിച്ചല്ലോ എൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആക്കിയ കാര്യം. അളിയാ പറ്റിപ്പോയടേ, നീ ക്ഷമിക്ക്. എടാ, കുറച്ച് നാളായിട്ട് വികാരം ഒന്നും ഇല്ലാതിരിക്കുവാണ്. നിന്റെ കഥയുടെ ക്ലൈമാക്സ് കേട്ടിട്ട് വേണം ഒരു സുഖം പിടിക്കാൻ. വല്ലതും നടന്നോ അളിയാ? എടാ പരനാറി, എടാ നീ വിചാരിക്കുന്നല്ലോ വേറെ സംഭവമൊന്നുമല്ല. ഇത് റിയൽ ലവ് ആണ്. ഡേയ്, നീ വലിച്ചിട്ടാ കാര്യം പറയടേ. അങ്ങനെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഒക്കെ വന്നു.
വെക്കാനായിരുന്നേല് നിന്റെ മുടി ഇപ്പോഴും എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. പൂവാസമേ കാറ്റിൽ അലിയുമേ മാലിപ്പൂവേ തിരതേടും നിന്നെ കണ്ടാലെ തുടിക്കുമേ നെഞ്ചാകെ പിന്നെ സമ്മതിക്കണം. ആ മുടിയിലെ താരനൊക്കെ ഇപ്പം പേനായി കാണും. അരികിലെ ചിന്താരമേ ചിന്താരമേ നെഞ്ചോരം നീ ചിന്താരമേ പൊന്താരമേ പൊന്താരമേ കണ്ണോരമേ. നാളെ കൊണ്ട് 5000 പൗണ്ട് നീ തരണം, മസ്റ്റായിട്ട്. പിന്നെന്ത്, നമുക്ക് റെഡിയാക്കാം. ശരിക്കും ആ ഓക്കെ ആണോ? ഓക്കെ. കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുവിടുന്ന കാര്യമല്ലോ പറഞ്ഞത്. നിങ്ങളെ വീട്ടിൽ കൊണ്ടുവിടുന്ന കാര്യമാണോ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇവനെയൊക്കെ നിന്റെ പാട്ട് ചെയ്ത് നിർത്താവോ? കൊച്ചുറങ്ങും പ്ലീസ്. क्या हुआ? हमें शॉपिंग जाना था और अभी शॉप भी बंद हो गया. രാത്രിയിൽ പണിയൊന്നുമില്ലേ? രാത്രി പണിയില്ലാത്തതുകൊണ്ടല്ലേ നിന്നെ ഞാൻ വിളിച്ചത്. മനസ്സിലായില്ല. മറ്റേ പഴയ രാധാസോപ്പിന്റെ മണം എൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. എന്ത്? അല്ല, ആ മണം ഒന്ന് ആസ്വദിക്കണമെന്നുള്ളതേ. അശ്ശയുടെ മോനെ, ഞാൻ വെക്കുവാ കേട്ടോ, പോണം. വെക്കല്ലേ 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 വെക്കല്ലേ. എന്തു ഇത്ര തിരക്ക്? പ്ലീസ്, നമ്മൾ എപ്പോഴാണ് ഒന്ന് കാണുന്നത്? ഞാൻ പറയാം, വെക്കുവാ, പോണം. ആ പിന്നെ ഇതങ്ങ് വെച്ചിട്ടേ കോൾ ഹിസ്റ്ററി ഒക്കെ ഇങ്ങ് ഡിലീറ്റ് ചെയ്താൽ മതി.
കേക്കാളിയാ പറയടാ. പിന്നെ പെണ്ണുപിള്ളി നടത്തില്ലല്ലോ അല്ലേ? ഡേ ഡാ മറ്റേ കക്ഷിയെന്ന് കാണാന്നാ പറഞ്ഞേക്കുന്നത്. ആര്? നമ്മുടെ എലിസബത്തെ. എന്നാണ് അത്? പിന്നെ എനിക്കൊരു ചെറിയ പേടി അളിയാ. എടാ നീ ധൈര്യമായിട്ട് പോടാ, ഇവിടെ ആര് കാണാനാണ്? പിന്നെ പ്രൊട്ടക്ഷൻ ഒന്നും മറക്കല്ലേ കളിയാ. അപ്പം വന്നിട്ട് കാണണം. ഓക്കെ അളിയാ. ഓക്കെ ഓക്കെ ഓക്കെ. വെൽക്കം ടു ഡെലിവറി സാർ. ഏതോ ഒരു മണ്ടൻ. അങ്ങനെ 105 കഴിഞ്ഞ്. 105 106? അയ്യോ മാറിപ്പോയി. ഹായ് ഹായ്. യുവർ ഡ്രിങ്ക് സർ. ഓക്കെ. ഓ താങ്ക് യു സർ. ഓ ആ താങ്ക് യു. ഡേയ് ഏ ഏ ഇനിയിപ്പോ ഉടുപ്പൊക്കെ എടുത്ത് ഇട്. ഓ അതല്ല അഴുക്കായ അളിയ. പൊളിച്ചല്ലേ? അല്ല അളിയ അവള് മുഴുവൻ പറയാൻ തന്നെ ഞാൻ വിടുള്ളൂടാ. പറയാ അളിയ. ആ പിടിയുന്ന ആദ്യം ഒന്ന് കൈവിട്. ഇന്നത്തെ ദിവസം എനിക്ക് ജീവിതത്തിൽ മറക്കാനേ പറ്റത്തില്ല. നിനക്ക് ഭ്രാന്താണോടി? ഇതാ ഞാൻ വിചാരിച്ച നിന്നോട് പറയണ്ടെന്ന്. ഏതായാലും നീ പറ. ഏകദേശം 1/2 മണിക്കൂറോളം ഹൈ സ്ട്രീറ്റിൽ അവൻ എന്നെ പോസ്റ്റാക്കി. പഴയ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. മോഹനങ്ങ് മാറിപ്പോയില്ലോ. എന്നെക്കാളും ഒക്കെ ഒത്തിരി പൊക്കം വെച്ചല്ലോ. കാലം കുറെ ആയില്ലേ? നമുക്കൊരു കാപ്പി കുടിക്കാൻ പോയാലോ? എന്നിട്ട് മോഹൻ, നിനക്കറിയോ ഞാൻ എന്തിനാ നിന്റെ അടുത്ത് ഐ ലവ് യു പറഞ്ഞെന്ന്? അത് ഞാൻ പണ്ട് സ്വന്തം അല്ലായിരുന്നു. അമ്മേ, അയ്യോ, അമ്മയ്ക്ക് എന്നാ പറ്റി? അമ്മയ്ക്കൊന്നും പറ്റിയില്ല. അല്ല, അമ്മയുടെ ഒരു സൗന്ദര്യമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. പെട്ടെന്ന് അവൻ പറയുവാ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്, അങ്ങോട്ട് പോവാന്ന്. ഉശ്ശോ, ഞാൻ പിന്നെ വിളിക്കാമേ. അല്ലെങ്കിലും എന്നും ഉള്ളതാ. ക്ലൈമാക്സ് സമയമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയറി വരും. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവൾ എൻ്റെ കൂടെ വന്നളിയ. കയ്യും കാലും മറച്ചിട്ടാണേ വയ്യ. ഇറങ്ങാം നമുക്ക് എന്നാ. ഒരുപാട് നേരമായില്ലേ വന്നിട്ട്? അപ്പോഴേക്കും ധൃതിയായോ? ഒത്തിരി നാളായില്ലേ നമ്മൾ സംസാരിച്ചിട്ട്. നമുക്ക് ഇച്ചിരി സംസാരിച്ചിട്ട് പോയാൽ പോരെ? ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്. സ്കൂളിൽ പഠിക്കുന്ന കാലത്തെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും പറയായിരുന്നു, ഇയാൾ പോകുമ്പം കസ്തൂരി മഞ്ഞളുടെ കാന്തിയും രാമചന്ദ്രൻ്റെ ഉള്ളിലും എന്നൊക്കെ. ഓ, പ്രകൃതിയുടെ സുഗന്ധല്ലേ? ഇപ്പോഴും എല്ലാം ഓർക്കുന്നുണ്ടോ? അത് ഞാൻ അന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ആണോ? പിന്നെ സ്കൂളിൻ്റെ വെളിയിൽ നിർത്തിയപ്പോഴേ പ്രിൻസിപ്പൾ അച്ഛൻ അടിക്കാൻ വന്നപ്പം 2 ട്രൗസർ ഇട്ട് വന്ന ദിവസം അതൊക്കെ എങ്ങനെ മറക്കാനാ? ഓർക്കുന്നുണ്ടല്ലേ? എന്ത് രസമായിരുന്നു അല്ലേ ആ ദിവസമൊക്കെ? മഹാവേ കല്ലേറും സിപ്പപ്പും പിന്നാണെ സൈക്കിൾ ഓടിപ്പും കാര്യങ്ങളും ഒക്കെ. അയ്യോ പാലൈസ്. ഇയാളുടെ കൂടെ ഇപ്പോൾ ഇരിക്കുമ്പം നമ്മുടെ ആ പഴയ കാലമെല്ലാം എന്നിലേക്ക് വന്ന ഒരു ഫീലിങ്. എലിസബത്തെ, എലിസബത്തെ, അയ്യോ
അയ്യോ അയ്യോ സോറിടാ, നീ പേടിച്ചോ? സോറി. എനിക്ക് ഈ ഷുഗർ കുറയുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. അയ്യോ, നിനക്ക് ബുദ്ധിമുട്ടായോ? നിനക്കങ്ങനെ തോന്നി? പണ്ട് ഫീസ് കൊടുക്കാനില്ലാത്ത സമയത്ത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ആനവാൽ മോതിരം നീ എനിക്ക് തന്നാൽ എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട്. അല്ലാതെ നിന്നെ മറ്റൊരു രീതിയിൽ അല്ല ഞാൻ സ്നേഹിച്ചത്. നമുക്കിങ്ങനെ ഒരു ബന്ധം വേണ്ടടാ. നമുക്ക് ആ 80s ഓർമ്മകൾ മാത്രം മതി. അന്ന് ഞാൻ മുടിക്കൊപ്പം എൻ്റെ മനസ്സും കൂടെ നിനക്ക് തന്നതാ. അതെന്നും അവിടെ തന്നെ ഇരിക്കട്ടെ. നിന്നെപ്പോലൊരു പൊട്ടൻ. ഇനിയിപ്പോ പോട്ടെ, വീടത്. എൻ്റെ അളിയ കുഴിയാനെ പോലെ ഇരുന്ന പെണ്ണിപ്പം കുട്ടിയാനെ പോലെ ഞാനങ്ങ് മുങ്ങാന്ന് വിചാരിച്ചതാ. അപ്പോഴത്തേക്ക് അവൾ എന്നെ കണ്ടും പോയി. എടി പണ്ടേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കാണാനൊന്നും വലിയ കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. പിന്നെ ഈ വാട്സാപ്പ് ടി പിയിലെ നല്ല ഫോട്ടോസൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച അങ്ങനെയൊന്നും മാറിയിട്ടില്ല. നീ ഞാൻ കണ്ട ആളെയല്ല. പ്രായമായി എന്ന് വിചാരിച്ച മനുഷ്യന്മാർ ഇങ്ങനെ മാറുമോ? അളിയ ഡയബറ്റീസോ പോട്ടെ, അവളെ ഈ കോഫി ഷോപ്പിൽ വെച്ച് അവിടെ ഫോണേ നിലത്ത് വീണു. എന്നോട് പറയാ അതെടുത്തു തരാൻ. എൻ്റെ ബലമായ സംശയം അവൾക്ക് ആർത്രൈറ്റിസ്. ബെസ്റ്റ്. ജിമ്മിലൊക്കെ പോകുന്നാ പറഞ്ഞത്. ഡേ, ഈ പെണ്ണുങ്ങളാകുമ്പോഴേ ഒരു പ്രായം കഴിഞ്ഞാൽ കുറച്ച് തടിയൊക്കെ വരും. അതൊക്കെ സ്വാഭാവികം. ഇതൊന്നും അല്ല. അങ്ങനെ ഹോട്ടലിലെത്തിയപ്പോ അവിടെ കഷ്ടകാലത്തിന് ലിഫ്റ്റും വർക്കാവുന്നില്ല. ഒരു 5 സ്റ്റെപ്പ് കഴിഞ്ഞപ്പോ അവന്റെ അവസ്ഥ എന്തായിരുന്നു? അയ്യോ എൻ്റെ പൊന്നേ, അയ്യോ ഇതുപോലെ കിടന്ന് പട്ടി അണയ്ക്കുന്ന പോലെ കിടന്ന് അണയ്ക്കുമായിരുന്നു. ഓൾഡ് ഏജ് ഹോമിലെ നടത്തേ ഞാനേ ഓർക്കുമായിരുന്നു. എന്നാലും എടി നിനക്ക് കാര്യങ്ങളൊക്കെ നടത്തി തിരിച്ചു പോരായിരുന്നല്ലോ. അവിടെ ഒരു പോയതല്ലായിരുന്നോ? ഓ എന്റെ പൊന്നോ, എന്നെ ഓർമ്മിപ്പിക്കില്ല മോളെ. എന്നാലുവേ എനിക്ക് ഡയബറ്റിക്സ് ഉണ്ടെന്ന് നിനക്കറിയാലോ. പക്ഷെ കോമ ഒന്നും ഇല്ലായിരുന്നു. അതൊക്കെ ഒരു അഭിനയല്ലായിരുന്നു. എന്റെ കർത്താവേ. അതെ, ഈ പണ്ടൊക്കെ അവൻ വായി തുറക്കുമ്പോ ഈ കക്കൂസി കാര്യമാണേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നത് വളർന്ന ഒരു വലിയ സെപ്റ്റിക് ടാങ്ക് ആയി മാറിയിട്ടുണ്ട് മോളെ. ഡേ, നീ റോക്കറ്റ് ഉദ്ദേശിച്ചിടത്ത് എത്തിയില്ലെങ്കിലും വിക്ഷേപണമൊക്കെ നടത്തിയില്ലേ? സോറി അളിയ, ഫ്ലഷ് അടിക്കാൻ മറന്നുപോയി. കബ അളിയ, നല്ല വെള്ള കബ. സത്യം. സ്കൂൾ ഗ്രൂപ്പ്, എലിസബത്ത്, മുടിഞ്ഞ പ്രേമം, സ്കൂൾ ഉള്ള പൈസയും പോയി കിട്ടി.
സ്കൂൾ ഗ്രൂപ്പിൽ നിന്ന് ആദ്യം ഞാനൊന്ന് ലെഫ്റ്റ് ആവണം. അതിന് തരടേ ഇത്. ഷൈനി 8ാം ക്ലാസ്സിലെ ക്ലാസ് ലീഡർ. ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ ഞാൻ ആ പഴയ മുടിയെടുത്ത് ഞാൻ സൂക്ഷിച്ചു വെക്കൂ.